കേരളവും ബംഗാളും തമിഴ്നാടും ഒക്കെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു പ്രത്യേകതയിൽ പാർലമെൻറ്റിൽ ഈ സംസ്ഥാനങ്ങളിലെ എം പിമാരൊക്കെ അവരവരുടെ സംസ്ഥാനങ്ങളിലായിരിക്കുമ്പോൾ തുടക്കത്തിൽ പാർലമെൻറ്റിൽ ഇങ്ങനെ ഒരു ബില്ല് അവതരിപ്പിക്കുന്നതിൻ്റെ ഒരു സാങ്കത്യം, അതിൻ്റെ ഒരു അനൗചിത്യം അത് ചോദ്യമായി നിൽക്കുകയാണ്. ഇത് മതന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ വലിയ ആശങ്ക ജനിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഇതേക്കുറിച്ച് ഒരു പുനരാലോചന ആവശ്യമാണ് എന്ന് പറയുക. ഇതേക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വന്നിട്ടില്ല. രാജ്യം ഭരിക്കുന്ന പാർട്ടി അവർ ഇതങ്ങനെ ഗൗരവമായി അല്ല അങ്ങനെ ആശങ്കപ്പെടേണ്ടതൊന്നുമില്ല എന്ന് പറയുമ്പോഴും ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലെ ആശങ്ക വർദ്ധിക്കുകയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ കഴിഞ്ഞ 5 വർഷമായി കേന്ദ്ര ന്യൂനപക്ഷ കമ്മീഷനിൽ ഒരു ക്രൈസ്തവ പ്രാതിനിധ്യം ഇല്ല. കോടതി നിരീക്ഷിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം 2 പേരെ നിയമിച്ചു. അവിടെയും ക്രൈസ്തവ പ്രാതിനിധ്യം അവിടെ ലഭിച്ചിട്ടില്ല. മൈനോറിറ്റി കമ്മ്യൂണിറ്റി, മത ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുള്ള ഒരു സംരക്ഷണം, പ്രൊട്ടക്ഷൻ, ഭരണഘടന നൽകുന്ന ഉറപ്പ്, ഇതെല്ലാം പൂർണ്ണമായി പാലിക്കപ്പെടണം എന്നുള്ളത് ഒരു ദേശത്തിൻ്റെ സംസ്കാരത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ഈ അടിക്കടി ഉണ്ടാകുന്ന ഈ പ്രതിസന്ധികൾ ക്രൈസ്തവരിലും മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളിലും അസ്വസ്ഥത സ്വാഭാവികമായി ജനിപ്പിക്കുമല്ലോ. ഈ കഴിഞ്ഞ ദിവസമാണ് പ്രവേശന പരീക്ഷ JEE പ്രവേശന പരീക്ഷ ഈസ്റ്റർ, ദുഃഖവെള്ളി, പെസഹാവ്യാഴം ദിവസങ്ങളിലൊക്കെ വെച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിക്ക് ഞാൻ ഒരു കത്തയച്ചിരുന്നു. ബഹുമാന്യനായ സുരേഷ് ഗോപി മന്ത്രി അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രിക്ക് നേരിട്ട് കത്തയക്കുന്നതാണ് നല്ലത്, അദ്ദേഹം ആ കാര്യം ഓഫീസിൽ എത്തിച്ചു കൊള്ളാമെന്ന്. അപ്പോൾ ചെറിയൊരു ആശ്വാസമായി ഒരു ഉത്തരവ് വന്നത് പരീക്ഷ മാറ്റിവെച്ചു എന്നുള്ളതല്ല, പരീക്ഷ എഴുതുന്നവർക്ക് വേറൊരു ദിവസം കൂടി ഓപ്ഷൻ കൊടുക്കാം. ഇനിയും പെസഹ വ്യാഴാഴ്ചയും ദുഃഖവെള്ളിയാഴ്ചയും ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അധ്യാപകർക്ക് പരിശീലനം വെച്ചിരിക്കുകയാണ്. അത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഉത്തരവാദിത്തപ്പെട്ടതാണ്. അപ്പോൾ പറയുന്ന ഒരു വിശദീകരണം, ഈ ഇലക്ഷൻ അടുത്തു പോയതുകൊണ്ട് ഇങ്ങനെ വളരെ കോമ്പാക്റ്റായി ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുന്നു. ഇലക്ഷൻ വെച്ചത് ഇവിടുത്തെ ജനങ്ങളല്ലല്ലോ ഡേറ്റ് ഫിക്സ് ചെയ്തത്.